കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി മാസം സമ്പാദിക്കുന്നത് 3 ലക്ഷത്തോളം രൂപ. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബുവിൻ്റെ ജീവിതകഥ ഒന്നറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. 23-ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. പക്ഷേ വിധിക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ സാബു തയ്യാറായില്ല. അന്നേരമാണ് പ്രതിസന്ധി പിന്നെയും പിടികൂടുന്നത്. കാരണം സ്പാനും ജാക്കിയിലേക്ക് ആൾക്കാർ പണി മാറ്റി, മുട്ടും തിലാനും എല്ലാം മാറ്റി. അപ്പോൾ അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. തകിടിൻ്റെ പോലുള്ള പൈസ കൊണ്ടൊന്നും നടക്കുകയില്ല. അപ്പോൾ ഞാൻ മത്സരം പറഞ്ഞു, നമുക്കതിനും വെയിറ്റ് ചെയ്യാം. ഒരു ചിട്ടിയൊക്കെ ഞങ്ങൾ പതുക്കെ കൂടി 2.5 ലക്ഷം രൂപ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് SR പൈപ്പ് രാജേഷ് ചേട്ടൻ്റെ അടുത്ത് ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത്, അങ്ങനെ പരിചയമൊന്നുമില്ല, നെറ്റിൽ കൂടെ കയറി ഒന്ന് തപ്പിയെടുത്ത് കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നു ഇപ്പോൾ രാജേഷ് ചേട്ടനായിട്ട് സംസാരിച്ച് വേറൊന്നും പറഞ്ഞില്ല. 2.5 ലക്ഷം രൂപയ്ക്കുള്ള സാധനം കൃത്യമായിട്ട് 2 ലക്ഷം രൂപ അടച്ചു. അതിനുള്ള സാധനം അവിടെ നിന്ന് വണ്ടിയെ കയറ്റി വിട്ടു. അതെല്ലാം ഇവിടെ കൊണ്ട് ഇറക്കി. അതിന് ഞങ്ങൾ സാധനം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വ്യാപകമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പല സ്ഥലത്തും നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം 1-2 സൈറ്റിലേക്ക് പോയപ്പോഴത്തേക്കും അതങ്ങ് തീർന്നു. പിന്നെ ഇത് രക്ഷയില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ രാജേഷനെ അടയ്ക്ക് എന്നെ വിളിക്കും. ഇപ്പം ഞാൻ അവിടെ നിന്നൊരു പുതിയ കസ്റ്റമർ ആയതുകൊണ്ട് ബിസിനസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് രാജേഷനെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയാം, ഇങ്ങനെ ബിസിനസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, ഒട്ടും മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാജേഷേട്ടൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നിനക്ക് എത്ര ലക്ഷം രൂപയുടെ സാധനം? ഞാൻ പറഞ്ഞു, രാജേഷേ എനിക്കെങ്കിൽ ലക്ഷത്തിൻ്റെ കണക്കൊന്നും പറയാൻ അറിയത്തില്ല, എനിക്ക് ഇത്രയൊക്കെ സാധനം വേണം. 100 സ്പാൻ വേണം, ജാക്കി വേണം, ഷീറ്റ് പിന്നെ ഇവിടെ കോട്ടയത്തുണ്ട്, അത് കിട്ടും, ഷീറ്റ് അത്യാവശ്യം ഉണ്ട്. രാജേഷേട്ടൻ അത് പറഞ്ഞു, 10 ലക്ഷം രൂപയുടെ സാധനം ഞാൻ നാളെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. അതൊന്നും ആ കുടുംബത്തെ നന്ദിയോടുകൂടി, ഇന്നോ സ്ഥാപനം അവിടെ ഉണ്ട്, എറണാകുളത്തൊക്കെ പോകുമ്പോൾ അവിടെ കയറാറുമുണ്ട്, നന്ദിയോടെ ഓർക്കുന്നു. ആ മാസത്തെ ക്രെഡിറ്റിന് ഒരു ഗ്യാരണ്ടിയോ ഒന്നുമില്ലാതെ 10 ലക്ഷം രൂപയുടെ സാധനം കൊണ്ട് ഒരു കണ്ണ് കാഴ്ചയുള്ള ഒരാൾക്ക് ഒരു 1000 രൂപ പോലും പൈപ്പ് കൊടുക്കാത്തൊരു കാലത്ത് ഒരു അന്ധനായ മനുഷ്യന് അത്രയും രൂപയുടെ സാധനം അയാൾ കടം തന്നു കൊടുക്കുന്നു. അത് പക്ഷേ കൃത്യമായിട്ട് ഞാൻ അടച്ചു കിട്ടോ. 1000 രൂപ 500 രൂപ കിട്ടിയാൽ പോലും ഞാനത് ഇട്ട് കൊടുക്കും. അക്കൗണ്ടിലിട്ട് ഒരാഴ്ചയായിട്ട് പൈസ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കും. ആ സ്നേഹബന്ധം വലിയ ഒരു രീതിയിലേക്ക് അങ്ങ് വളർന്നു. ആവശ്യത്തിനുള്ള സാധനം പിന്നെയും 8-10 ലക്ഷം രൂപയുടെ സാധനം അതുപോലെ എനിക്ക് ഓർഡർ ഇവിടെ വന്ന സാധനം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് 2-3 ദിവസത്തെ ഡേറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ സാധനം ഓർഡർ ചെയ്ത് അന്ന് രാത്രി ഇവിടെ കൊണ്ടുവരും. ഞാനും പണിക്കാരോട് കൂടി അതെല്ലാം ഇറക്കി അത് ക്ലീൻ ചെയ്ത് അത് പിറ്റേ ദിവസത്തെ ഓർഡറാക്കി അത് ഞങ്ങൾ അവിടെ സൈറ്റിലെത്തിക്കും. എത്രത്തോളം സാധനങ്ങളുണ്ട്? ഇപ്പോൾ എനിക്ക് ചെറുതും വലുതായിട്ട് 3000 ഷീറ്റുണ്ട്. സ്പാൻ വന്നിട്ട് 600 സ്പാനുണ്ട്. ജാക്കി 1500 രൂപ ഉണ്ട്. ഏകദേശം എനിക്കൊരു 3 ലക്ഷം രൂപയോളം ഇപ്പോൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് ഓടിക്കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയോളം അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും. മാസവരുമാനം 4 തൊഴിലാളികൾക്ക് എനിക്ക് തൊഴിലും കൊടുക്കാൻ പറ്റും. 4 കുടുംബത്തിൻ്റെ അത്താണിയും കൂടെയാണ് ഞാൻ. അപ്പോൾ അവർക്ക് അത്രയും പേർക്കും തൊഴിൽ കൊടുക്കാനുണ്ട്. ഞാനങ്ങനെ